നേർത്തന്നയോ ഒരു കുട്ടി 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ 1ാം സമ്മാനം നേടുക. പക്ഷേ സ്റ്റേറ്റ് യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റാണ്ടായി പോവുക. അത് ഇന്നും ഈ പ്രായത്തിൽ ഞാൻ സൂക്ഷിക്കുന്നൊരു വേദനയാണ്. ടോൾസ്റ്റോയ് ഗൃഹത്തെയുമെരിച്ചു പുകച്ചുവെന്നോ വളരെ കുട്ടിക്കാലം മുതലേ ഈ സാഹിത്യത്തോടും അല്ലെങ്കിൽ സംഗീതത്തോടും പാട്ടുകളോടും ഒക്കെ ഉള്ളൊരു ആഭിമുഖ്യം ഉണ്ടാകുന്ന രീതിയിലായിരുന്നു എൻ്റെ ഗൃഹാന്തരീക്ഷം. അച്ഛൻ അന്നത്തെ ഒരു എഴുത്തുകാരൻ നിലയ്ക്ക് മാത്രമല്ല, പൊതുവെ വലിയ സാംസ്കാരിക പ്രവർത്തകൻ കൂടിയായിട്ടുള്ള ആ ഭാഗത്തുള്ള ആളുകളുടെ എല്ലാം ഒരു നേതൃത്വത്തിൽ വരുന്ന ഒരാളായിരുന്നു. പ്രത്യേകിച്ചൊരു രാഷ്ട്രീയ പാർട്ടിയുടെയോ അങ്ങനെയൊന്നും അല്ലെങ്കിൽ പോലും ഒരു പുരോഗമന ആശയമുള്ളൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ, എല്ലാ ഭാഷകളും അറിയാവുന്ന ഒരാളെന്നുള്ള നിലയിൽ, ഭയങ്കര പാണ്ഡിത്യമുള്ള ഒരാളെന്നുള്ള നിലയിൽ എല്ലാവരുടെയും ഒരു ഗുരുനാഥനായിട്ട് സങ്കല്പിച്ചിരുന്ന അല്ലെങ്കിൽ കണക്കാക്കിയിരുന്ന ഒരാളായിരുന്നു അച്ഛൻ. അതുകൊണ്ട് വടകര ആ ഭാഗത്തുള്ള കടത്തനാടൻ ഭാഗങ്ങളിലുള്ള മിക്കവാറും നാടകങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളിലെല്ലാം അച്ഛൻ്റെ പാട്ടുകളും അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ രചനയും അത് വടകര കൃഷ്ണദാസ് എന്ന് പറയുന്ന ഒരു സംഗീതക്കാരൻ, എന്നെ ആദ്യകാലത്തെ സംഗീത പ്രാഥമികമായ പാഠങ്ങളൊക്കെ പഠിപ്പിച്ച അദ്ദേഹമാണ്. അദ്ദേഹം അച്ഛൻ്റെ പാട്ടുകൾ കമ്പോസ് ചെയ്യും, എം കുഞ്ഞിമൂസ കമ്പോസ് ചെയ്യും. ഇതൊക്കെ ചെറിയ കുട്ടിയായ സമയത്തെ കേട്ട് വളർന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഒരു സംഗീതകാരൻ എന്നുള്ളതിലും അത്യാവശ്യം ഈ സാംസ്കാരികമായ കാര്യങ്ങളിൽ താല്പര്യമുള്ള ഒരാളെന്ന നിലയിലും സാഹിത്യത്തോടുള്ള താല്പര്യം എന്ന നിലയിലൊക്കെ എന്നെ രൂപപ്പെടുത്തിയതിൽ എൻ്റെ വീട്ടിന് വലിയ പങ്കുണ്ട്. അമ്മയും അതുപോലെ തന്നെ. അമ്മയുടെ പേര് ശാന്ത എന്നായിരുന്നു, അച്ഛൻ്റെ പേര് വി ടി കുമാരൻ മാസ്റ്റർ. അപ്പോൾ അമ്മയ്ക്കും ഇതിനോട് വലിയ ആഭിമുഖ്യമുള്ള ഒരാളായിരുന്നു. ആദ്യകാലത്തൊക്കെ ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളും പാട്ടും ഡാൻസും അതുമൊക്കെ ആയിട്ട്, ഡാൻസൊന്നും പഠിച്ചിട്ടല്ല, ചില പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടി നൃത്തം ചെയ്യുകയൊക്കെ ചെയ്യുന്ന അങ്ങനെയുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഞാൻ വളർന്നു വന്നത്. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് ഇതിനോടൊക്കെ വലിയൊരു ആഭിമുഖ്യം ഉണ്ടായിരുന്നു കുട്ടിക്കാലം മുതലേ. അതുപോലെ എനിക്ക് എൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് മലയാളത്തിലെ വളരെ പ്രഗത്ഭരായ എഴുത്തുകാരൊക്കെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അക്കാലത്ത്. അച്ഛൻ്റെ അടുത്ത് വരുന്ന ആളുകൾ, പൊറ്റക്കാട്, അതുപോലെ റൂബ്, അങ്ങനെയുള്ള ആളുകളൊക്കെ, ONV, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അച്ഛനുമായിട്ടുള്ള നല്ല സൗഹൃദം ഉണ്ടായിരുന്ന ആളുകളായിരുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു അന്തരീക്ഷമാണ് ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അതിലൂടെ വളർന്നു വരുന്നത്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം, സംഗീതത്തിലേക്ക് വരാൻ എനിക്ക് കാരണമായിത്തീരുന്ന ഒരു കാരണം ഈ സന്ധ്യാനാമം ജപിക്കുന്നതിലൂടെ വരുന്ന നമ്മുടെ ഉള്ളിലേക്ക് കടന്നു വരുന്ന ഒരു താളവും ഈ ഈണവും ഒരു സംഗീതവും ഒക്കെ ഉണ്ട്, അറിയാതെ വന്ന് ചേരുന്നതാണത്. അത് എൻ്റെ വീട്ടിലങ്ങനെ ഒരു സ്ഥിരം ഒരു പ്രാർത്ഥനയോ ഒരു പ്രാർത്ഥനാ മുറിയോ അങ്ങനെയൊന്നുമില്ല. അത് ആദ്യകാലം മുതലേ അമ്മയ്ക്ക് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഞങ്ങൾ സന്ധ്യയ്ക്ക് നാമം ജപിക്കുമായിരുന്നു. നാമം ജപിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ചിട്ട ഉണ്ടാവാൻ വേണ്ടി, ജീവിതത്തിലെ ഒരു സമയം പാലിക്കാൻ വേണ്ടി ഒക്കെ ആ സമയത്ത് വന്ന് സന്ധ്യയ്ക്ക് നാമം ജപിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു. അതിൽ ശ്രീനാരായണ ഗുരുസ്വാമിയുടെയും അതുപോലെ വാഗ്ഭടാനന്ദൻ്റെയും അതുപോലുള്ള ആ കുമാരനാശാൻ്റെയും അല്ലാതെ ചില സിനിമാ പാട്ടുകളുടെ ഭക്തിഗാനങ്ങളൊക്കെ ഞങ്ങൾ ഈ സന്ധ്യയ്ക്ക് ഞങ്ങൾ മക്കൾ 4 പേരും ഇരുന്ന് ജപിക്കുമായിരുന്നു. പിന്നെ അത് വലുതായപ്പോൾ വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇതിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കടന്നു വന്ന ഒരു വലിയ സംഗീതത്തിൻ്റെ അന്തരീക്ഷം ഉണ്ടെന്ന് ഞാൻ പിന്നീട് മനസ്സിലാക്കുന്നുണ്ടായിരുന്നു. അതുപോലെ വിദ്യാർത്ഥി ജീവിതത്തിൽ കവിതകൾ ചൊല്ലുന്നതിൽ അച്ഛൻ നല്ല ഈണത്തിൽ കവിത ചൊല്ലുമായിരുന്നു. അതുകൊണ്ട് കുഞ്ഞിരാമൻ നായരുടെ, മഹാകവി P.യുടെ, അതുപോലെ G. ശങ്കരക്കുറുപ്പിൻ്റെ അങ്ങനെയുള്ള കവിതകൾ എന്നെ ചൊല്ലി പഠിപ്പിക്കുമായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരു അന്തരീക്ഷം നമ്മളെ വീട്ടിലുണ്ടായിരുന്നു. കുട്ടികൾ എങ്ങനെ വളരണം, അവരുടെ ഒരു സൗന്ദര്യാത്മകമായ ഒരു തലം എങ്ങനെ ഉണ്ടാവണം എന്നുള്ളതിനെ പറ്റിയൊരു ബോധം എൻ്റെ അച്ഛനുണ്ടായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയിട്ടുണ്ട്. അന്നൊന്നും ഞാൻ കുട്ടികൾ അതുകൊണ്ട് അറിയില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ ഇങ്ങനെ ഒരു പദ്യം വരുന്നു. പങ്കം തെളി ചാന്തായി മാറ്റിച്ചെന്താമര മുട്ട് പോലെ കുങ്കുമച്ചെപ്പുമായി സാന്ധ്യ സുഷമ വന്നു. തെളിനീല ഗഗനത്തിന്നറവാതിൽ തുറന്നേതോ കളഭച്ചെപ്പു
അടുപ്പുമായി രജനി വന്നു. ഇങ്ങനെ ഈണത്തിൽ കവിതകൾ ചൊല്ലുന്ന ഒരു രീതി. ഇന്ന് നമ്മൾ അങ്ങനെയല്ല ചൊല്ലുന്ന കവിതകൾ, അതൊക്കെ വേറെ വിഷയമാണ്, പ്രധാനമായി പറയേണ്ട ഒരു വിഷയമാണ്. പക്ഷേ ഇതിലൂടെയൊക്കെ കടന്നു വരുന്ന കവിതകളിലൂടെ, പ്രാർത്ഥനകളിലൂടെ, പിന്നെ മറ്റ് സാമൂഹ്യ ജീവിതത്തിലുണ്ടാകുന്ന മറ്റേ നാടക ഗാനങ്ങളിലൂടെ, സിനിമാ പാട്ടുകളിലൂടെ, റേഡിയോയിലൂടെ, ഒരു പ്രധാന ഘടകം റേഡിയോ ആണ്. ഇതിലൊക്കെ കൂടി കടന്നു വന്ന് നമ്മുടെ ഒരു സൗന്ദര്യ ബോധത്തെ, സൗന്ദര്യാത്മകതയെ സ്വരൂപിക്കുന്നൊരു അന്തരീക്ഷം അന്ന് കിട്ടിയിരുന്നു എന്നാണ് എനിക്ക് പിന്നീട് എൻ്റെ ബോധത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചത്. ഇതിൽ ഏറ്റവും അടുപ്പമുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് MN സത്യാർത്ഥി മാഷുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. അതുപോലെ കൊടുങ്ങല്ലൂരുമായിട്ട് വലിയ അടുപ്പമായിരുന്നു. പിന്നെ പള്ളിക്കര VP മുഹമ്മദ്, ഇങ്ങനെയുള്ള ആളുകളായിട്ടൊക്കെ വലിയ ആത്മബന്ധം തന്നെ ഉണ്ടായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ ആയിട്ട് അടുപ്പമുണ്ടെങ്കിൽ പോലും പൊറ്റക്കാടുമായിട്ട് നിരന്തരം കത്തെഴുത്ത്, അന്നൊക്കെ കത്തല്ലേ, ഇന്നത്തെ പോലത്തെ ഫോണൊന്നും ഇല്ലല്ലോ. അപ്പോൾ നിരന്തരമായ അദ്ദേഹത്തിന് നല്ല സുന്ദരമായ കൈപ്പടയിലുള്ള കത്തുകൾ ഇപ്പോഴും വീട്ടിലുണ്ട്, എൻ്റെ ശേഖരത്തിലുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ ONV ആയിട്ടുള്ള അടുപ്പം. ONV അച്ഛൻ ക്ഷണിച്ചിട്ട് മതിലേരി കന്നി എന്ന് പറയുന്ന ഒരു കാവ്യം ചൊല്ലിക്കേൾക്കാൻ വേണ്ടി മാത്രമായിട്ട് വടകര വന്നിട്ടുണ്ട്. അത് വളരെ അപൂർവം, കാരണം വേറൊരു പരിപാടിയില്ലാതെ ഇത് ചൊല്ലിക്കേൾക്കാൻ വേണ്ടി മാത്രം ഒരു വലിയ കവി വരിക. അദ്ദേഹത്തിൻ്റെ ഒരു സാംസ്കാരികമായ ഒരു ഔന്നത്യം നമ്മൾ ആലോചിക്കണം. പിന്നെ അദ്ദേഹം തന്നെ അത് ഏറ്റെടുത്ത് കേരള സാഹിത്യ അക്കാദമി കൊണ്ട് പ്രസിദ്ധീകരിപ്പിക്കാൻ അച്ഛൻ്റെ വലിയൊരു പഠനത്തോടു കൂടി. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരു വളരെ ക്രിയേറ്റീവായിട്ടുള്ള ഒരു സൗഹൃദ ബന്ധം. പിന്നെ ഒരാളൊരു കവിത എഴുതി കഴിഞ്ഞാൽ മറ്റുള്ളവരെ വായിച്ച് കേൾപ്പിക്കുക. അന്നിപ്പോൾ ഉറൂബിനെ പറ്റിയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ ഉമ്മാച്ചുമൊക്കെ എഴുതി കഴിഞ്ഞ സമയത്ത് ഓരോ അധ്യായങ്ങളായിട്ട് അവർ വായിച്ച് കേൾപ്പിക്കും, അവരുടെ സദസ്സുകളിൽ വായിച്ച് കേൾപ്പിക്കും എന്നൊക്കെ. അതന്നത്തെ ഒരു രീതിയായിരുന്നു. അതിനെല്ലാം വലിയൊരു ജനാധിപത്യം ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇന്ന് അത് നമ്മൾ എഴുത്തുകാരനും പത്രാധിപരും തമ്മിൽ മാത്രമേ അറിയുന്നുള്ളൂ, വേറെ പുറത്തൊരാൾ അത് അറിയുന്നില്ല, അച്ചടിച്ച് വന്നാലും മാത്രമേ അറിയുന്നുള്ളൂ. പക്ഷെ അന്നൊക്കെ ഒരു കവി സമ്മേളനങ്ങൾ പോലും എനിക്ക് തോന്നുന്നത് അന്ന് പുതിയ കവിതകൾ അവതരിപ്പിക്കുമായിരുന്നു. ഇന്ന് പുസ്തകം നോക്കി വായിക്കുന്നതാണ്. അപ്പോൾ ആദ്യമായൊരു കവിത അവതരിപ്പിക്കുന്ന കവി സമ്മേളനത്തിലായിട്ട് ആയിരുന്നു ആ കാലഘട്ടത്തിലൊക്കെ. വടകരയിൽ വലിയ സംഭവങ്ങൾ, V കുഞ്ഞിരാമൻ നായരുടെ പിന്നെ ഷഷ്ടിപൂർത്തി ആഘോഷം, കടത്തനാട്ട് മാധവിയമ്മയും അച്ഛനും തമ്മിൽ വലിയ അടുപ്പമായിരുന്നു. മാധവിയമ്മയുടെ പിന്നെ ഷഷ്ടിപൂർത്തി ആഘോഷം, അതുപോലെ മഹാകവി GK ജ്ഞാനപീഠം കിട്ടിയപ്പോൾ അതിൻ്റെ സ്വീകരണ പരിപാടി, ഇതൊക്കെ വടകരയിലെ വലിയ സാഹിത്യോത്സവങ്ങളായിരുന്നു. അപ്പോൾ അതിലൊക്കെ ചെറിയ ഹൈസ്കൂൾ വിദ്യാർത്ഥിയായിരിക്കുന്ന ഞാനും അതിലൊക്കെ എന്താണെന്ന് പോലും അറിയാതെ നമ്മളൊക്കെ അതിലൊക്കെ ഉണ്ട്. പിന്നെ അതിൽ കവിത ചൊല്ലാനും, പിയുടെ ഷഷ്ടിപൂർത്തി ആഘോഷിക്കുമ്പോൾ അദ്ദേഹത്തിന് 60 വയസ്സാകുമ്പോൾ എനിക്കൊരു 10 വയസ്സേ ഉണ്ടാവുള്ളൂ. ആ 10 വയസ്സായ ഒരു കൊച്ചു പയ്യനാണ് ആ കവിതകൾ മുഴുവൻ അന്ന് ചൊല്ലുന്നത്. M കുഞ്ഞിമൂസയാണ് അതൊക്കെ കമ്പോസ് ചെയ്യുന്നത്. ഇതൊക്കെ എൻ്റെ വളരെ വളരെ സമ്പന്നമായ ഓർമ്മകളാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അങ്ങനെ ഒരു സാഹിത്യത്തിൻ്റെയും സംഗീതത്തിൻ്റെയും പാട്ടിൻ്റെയും ഒക്കെ ഒരു അന്തരീക്ഷം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അച്ഛന് ഈ ഒരു ബന്ധങ്ങൾ, കൊടുങ്ങല്ലൂരുമായിട്ടുള്ള ബന്ധം, അതുപോലെ NN കക്കാടുമായിട്ടുള്ള ബന്ധം, പിന്നെ കക്കാടൊക്കെ എത്രയോ പ്രാവശ്യം G ഭാർഗവൻപിള്ള, ഇതൊക്കെ വീട്ടിൽ അച്ഛൻ സുഖമില്ലാണ്ടായ സമയത്ത് പലതവണ വന്നിട്ടുണ്ട്, സുഖമില്ലാതെ കിടക്കുന്ന സമയത്ത്. അപ്പോൾ അതേപോലെ തന്നെ സത്യാർത്ഥി മാഷുമായിട്ട് ഒരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത രീതിയിലുള്ളൊരു ബന്ധമായിരുന്നു MN സത്യാർത്ഥിയുമായിട്ട്. സത്യാർത്ഥി മാഷ് പൊതുവെ എല്ലാത്തിനും ഉൾവലിഞ്ഞ് നിൽക്കുന്ന ഒരു സ്വഭാവക്കാരനായിരുന്നു. പക്ഷേ ഞങ്ങളെ വീട്ടിലെ എല്ലാ സംഭവങ്ങൾക്കും, അച്ഛൻ്റെ പെങ്ങന്മാരുടെ മക്കളുടെ കല്യാണങ്ങൾക്ക് പോലും വരും, അതൊരു കുടുംബം പോലെയായിരുന്നു. അത്രയും അടുപ്പം ആ കാലഘട്ടത്തിലെ സ്നേഹബന്ധം അവർ സൂക്ഷിച്ചിരുന്നു. ആ സ്നേഹബന്ധമെല്ലാം ഒരു ക്രിയേറ്റിവിറ്റിയുടെ ഒരു അംശം, വളരെ പോസിറ്റീവായൊരു അംശവുമായിരുന്നു ഉണ്ടായിരുന്നത്. അല്ലാതെ ഇപ്പോൾ പരസ്പരം കുറ്റം പറയലോ അല്ലെങ്കിൽ മറ്റേ വിമർശിക്കലോ അങ്ങനെയൊന്നുമല്ല, മറിച്ചൊരു വളരെ ക്രിയേറ്റീവായ ഒരു രീതിയിലേക്കായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ കാലത്ത് ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്തും കോളേജിൽ പ്രീ ഡിഗ്രി പഠിക്കുന്ന കാലത്തുമൊക്കെ അന്ന് യൂണിവേഴ്സിറ്റി തല കലോത്സവങ്ങളൊന്നും ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. ആ രീതിയിൽ ഇപ്പോൾ ഉള്ള രീതിയിൽ ഇല്ലെന്ന് എനിക്ക് തോന്നുന്നു. സ്കൂൾ യുവജനോത്സവങ്ങൾക്കെല്ലാം പദ്യം ചൊല്ലലിനും ലൈറ്റ് മ്യൂസിക്കിനൊക്കെ എനിക്ക് ജില്ലാതലത്തിലൊക്കെ സമ്മാനം എപ്പോഴും കിട്ടും. അതിന് വളരെ ദുഃഖമായിട്ടുള്ള ഓർമ്മകളും ഉണ്ട്. കാരണം ഒരു കുട്ടി 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പിന്നെ 1ാം സമ്മാനം നേടുക, പക്ഷേ സ്റ്റേറ്റ് യുവജനോത്സവത്തിൽ പങ്കെടുക്കാൻ പറ്റാണ്ടായി പോവുക. അത് ഇന്നും ഈ പ്രായത്തിൽ ഞാൻ സൂക്ഷിക്കുന്നൊരു വേദനയാണ് എന്നെ. അതിൻ്റെ കാര്യം വെച്ചാൽ ഇവർ ജഡ്ജസ് എന്ത് ചോദിച്ചാൽ ഫസ്റ്റ് പ്രൈസ് തരുമ്പോൾ B ഗ്രേഡായി പോകും. അതിൻ്റെ ഒരു അടിസ്ഥാനം എന്താണെന്ന് പറയും. ഇപ്പോൾ എന്താ, ഞങ്ങളൊക്കെ ജഡ്ജസ് ആയിരിക്കുമ്പോൾ ഞങ്ങൾ കൃത്യമായിട്ട് A ഗ്രേഡ് തന്നെ കൊടുക്കും. കാരണം അത് ഈ കലാരൂപം സ്റ്റേറ്റിലെത്തണം, ഈ പയ്യൻ
സ്റ്റേറ്റിലെത്തണം. പക്ഷെ അത് ഒരു വർഷം അങ്ങനെ ആയാൽ കുഴപ്പമില്ലായിരുന്നു. 5-6 വർഷങ്ങളും തുടർച്ചയായിട്ടൊരു ഒരേ ആൾക്ക് ഈ ഭീകരയുടെയായി പോകാന്ന് പറയുന്നതിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റിൻ്റെ ഒരു രീതി എന്താണെന്ന് എനിക്ക് ഇപ്പോഴാണ്. എത്രയോ ജഡ്ജസായി ഇരുന്ന ഒരാളാണ് ഞാൻ. സ്റ്റേറ്റ് ഫിലിം അവാർഡ് ജൂറിയിലും സ്റ്റേറ്റ് നാടക ജൂറിയിലൊക്കെ അംഗമായിരുന്നിട്ടുണ്ട് ഞാൻ. സ്റ്റേറ്റ് യുവജനോത്സവത്തിലും യൂണിവേഴ്സിറ്റി ഇൻ്റർസോണിലും ഒക്കെ ഇരുന്നിട്ടുള്ള ഒരാളാണ്. പക്ഷേ എനിക്കിപ്പോഴും ആലോചിച്ചിട്ട് എന്നെ 6 കൊല്ലം എന്തിനാണ് മാറ്റി വെച്ചതെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അതിപ്പോഴും അതിലൊരു എൻ്റെ വേദനയാണത്. ഒരുപക്ഷെ എനിക്ക് ഒരിക്കലും ഇനിയിപ്പോൾ എനിക്ക് അങ്ങനെ ഒരു മത്സരത്തിൽ പങ്കെടുക്കാനാവില്ലല്ലോ. അപ്പോൾ ആ വേദന എന്നും നിലനിൽക്കുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി എനിക്ക് സംഗീതം പഠിക്കണം. വടകര കൃഷ്ണദാസ് മാഷാണ് അത്യാവശ്യം പഠിപ്പിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹം വലിയ തിരക്കുള്ളൊരു പാട്ടുകാരനായിരുന്നു അക്കാലത്ത്. അപ്പോൾ അദ്ദേഹത്തിന് ഇത് കൃത്യമായി ചെയ്യാനും പറ്റില്ല. അപ്പോൾ ഇത് കുറച്ചുകൂടി ശാസ്ത്രീയമായ അല്ലെങ്കിൽ കുറച്ചുകൂടി അതിൻ്റെ യഥാർത്ഥ രീതിയിലുള്ള ഒരു സംഗീത പഠനം ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അച്ഛനോടൊന്നും പറയാതെ ഞാൻ സ്വാതിരുന്നാൾ സംഗീത കോളേജിലേക്ക്. അപ്പോൾ പലരും എന്നോട് ഇപ്പോൾ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, പാലക്കാടും തൃപ്പൂണിത്തുറയും കഴിഞ്ഞിട്ടാണ് തിരുവനന്തപുരം, എന്തിനാണ് മുരളി അങ്ങോട്ട് തിരുവനന്തപുരത്ത് വന്നത് വെച്ചാൽ അതിനൊന്നും എനിക്ക് ഉത്തരമില്ല. പക്ഷേ അതിന് എനിക്ക് ക്ലാസിക്കൽ മ്യൂസിക് അറിയേയില്ല. ആ പ്രാഥമിക പാഠങ്ങൾ അറിയാവുന്നതല്ലാതെ വേറൊന്നും അറിയില്ല. അതിൻ്റെ അകത്തൊരു കൃതിയോ അല്ലെങ്കിൽ അതിനകത്തൊരു വർണ്ണമോ ഒന്നും അറിയില്ല. പക്ഷേ ഞാൻ അവിടെ പോയിട്ട് എന്താ ചെയ്യുക? പക്ഷെ അതൊരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ് എന്നുള്ളതിനൊക്കെയാണ് അവരെടുക്കുന്നത്. അപ്പോൾ ഞാനവിടെ പോയിട്ട് ഒന്ന് പാടാൻ പറഞ്ഞു. എന്നോട് പാടാൻ പറഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന കൃഷ്ണദാസ് മാസ്റ്റർ കമ്പോസ് ചെയ്തൊരു പാട്ട്, ഈയിടെ നമ്മളെ വിട്ടുപോയ ഒരു വലിയ കവിയാണ് SV ഉസ്മാൻ എന്ന് പറയുന്നത്. അത് എനിക്കെപ്പോഴും നല്ല വലിയ അടുപ്പമുണ്ടായിരുന്ന ഒരാളാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് ഞാൻ പാടാണ്. അതിങ്ങനെയായിരുന്നു: സപ്തസ്വര പൂഞ്ചിറകിൽ പാറും സ്വർഗീയ ഗാനമേ അക്ഷരതാരക വീഥിയിലലയും സ്വർഗകുമാരിക്കേ സപ്തസ്വര പൂഞ്ചിറകിൽ പാറും സ്വർഗീയ ഗാനമേ അക്ഷരതാരക വീഥിയിലലയും സ്വർഗകുമാരിക്കേ സപ്തസ്വര പൂഞ്ചിറകിൽ പാറും സ്വർഗീയ ഗാനമേ. ഈ പാട്ട് പാടിക്കഴിഞ്ഞപ്പോൾ വലിയ അവിടുത്തെ ഇതിൻ്റെ തീരുമാനിക്കുന്ന വലിയ ശാസ്ത്രീയ സംഗീതത്തിൻ്റെ വലിയ പണ്ഡിതന്മാരാണ് അവിടുത്തെ. അക്കാലത്ത് വലിയ ആളുകളാണ്. പുതുക്കോട് കൃഷ്ണമൂർത്തി എന്നൊക്കെ പറയുന്ന വലിയ ആളുകളാണ്. ഇപ്പോഴാണ് അത്ര വലിയ പ്രശസ്തന്മാരൊന്നുമല്ല. അക്കാലത്ത് വെച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യയ്യർ, മാവേലിക്കര പ്രഭാരവർമ്മ സാറ്, അതുപോലെ കുമാര കേരളവർമ്മ സാറ്, G സീതാലക്ഷ്മി, പുതുക്കോട് കൃഷ്ണമൂർത്തി സാറ്, ഇങ്ങനെ ചാലക്കുടി നാരായണസ്വാമി സാറ്, നെല്ലൈ കൃഷ്ണമൂർത്തി സാറ്. ഇങ്ങനെ നെല്ലൈ കൃഷ്ണമൂർത്തി സാറായിരുന്നു അന്ന് സംഗീത കോളേജിൻ്റെ പ്രിൻസിപ്പൽ. അപ്പോൾ ഇവരിലൊക്കെ പലരും ഇരുന്നിട്ടാണ് ഈ കുട്ടികളെ തിരഞ്ഞെടുക്കുന്നത്. അപ്പോൾ ഞാൻ ഈ പാട്ട് പാടിയപ്പോൾ അവരെന്നെ തിരഞ്ഞെടുത്തു. കാരണം എന്നോട് ശാസ്ത്രീയ സംഗീതത്തെ പറ്റി ഒരു ചോദ്യവും ചോദിച്ചില്ല. കാരണം എനിക്ക് പാടാനുള്ളൊരു കഴിവുണ്ട് എന്നുള്ളത് അവർ മനസ്സിലാക്കി. മറ്റു പലരും ശാസ്ത്രീയ സംഗീതം പഠിക്കുന്നവർക്കും അതില്ലായിരുന്നു എന്നുള്ളതും മനസ്സിലാക്കി പലരും തഴയപ്പെടുകയും ചെയ്തു. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ സെലക്ഷൻ കിട്ടി. അച്ഛൻ പോലും അറിയാതാണ് ഞാനിതൊക്കെ കൊടുത്തിട്ടുള്ളത്. അങ്ങനെ പിന്നെ 4 വർഷം അവിടെ തുടർച്ചയായി ഇത്തരം ഗുരുനാഥന്മാരാണ്. ഞാൻ ഏറ്റവും ഓർമ്മിക്കുന്ന ഗുരുനാഥന്മാരാണ് ഈ PR കുമാരകേളവർമ്മ സാറ്, അതുപോലെ കഴിഞ്ഞ വർഷത്തെ സ്വാതി പുരസ്കാരമൊക്കെ നേടിയാണ് അദ്ദേഹം, അതുപോലെ വെങ്കടരമണൻ സാറ്, അതുപോലെ G സീതാലക്ഷ്മി ടീച്ചർ. ഇവരൊക്കെ ശമ്മൻകുടിയുടെയൊക്കെ ആ ഒരു പാരമ്പര്യത്തിൽ, ആ ബാണിയിൽ എന്ന് പറയും സംഗീതത്തിൽ വരുന്ന ആളാണ് സീതാലക്ഷ്മി ടീച്ചറും വർമ്മ സാറും ഒക്കെ. അപ്പോൾ അങ്ങനെ ഒരു അന്തരീക്ഷം എനിക്ക് നമ്മുടെ ഉള്ള സംഗീതത്തിനെ ഒരു ശാസ്ത്രബദ്ധമാക്കാൻ, അല്ലെങ്കിൽ അതിനൊരു നമ്മൾ എന്താ പറയുക, ലക്ഷ്യജ്ഞാനം ലക്ഷണജ്ഞാനം എന്ന് പറയും സംഗീതത്തിൽ.
ലക്ഷ്യം അതുവരെ എനിക്ക് ലക്ഷ്യജ്ഞാനം മാത്രമേ ഉള്ളൂ. കാരണം ഇങ്ങനെ പാടിയാൽ അങ്ങോട്ട് എത്തും എന്നുള്ള, ഇതിലേ പോയാൽ അവിടെ എത്തും എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ എങ്ങനെയൊക്കെയാണ് കൃത്യമായി പോകേണ്ടത്, ഏതൊക്കെ സ്വരസ്ഥാനങ്ങളിലൂടെയാണ് പോകേണ്ടത്, ഏതൊക്കെ സ്വരസ്ഥാനങ്ങളിൽ കൂടി പോയാലാണത് കൃത്യമാവുകയുള്ളൂ എന്നുള്ളതിനെക്കുറിച്ചൊരു ബോധം, ആ ബോധത്തിനാണ് ലക്ഷണജ്ഞാനം എന്ന് പറയുന്നത്. അപ്പോൾ ആ ലക്ഷണയുക്തമായ ഒരു സംഗീത ധാരണ എനിക്കുണ്ടാവുന്നത് ഈ 4 വർഷം തിരുവനന്തപുരത്ത് സംഗീത കോളേജിൽ പഠിച്ചു. അപ്പോൾ ഒരുപാട് പേര് എന്നെ പഠിപ്പിച്ചിട്ടില്ലാത്തവർ പോലും ഉണ്ട്. ബേച്ചൂർ ഹരിഹര സുബ്രഹ്മണ്യർ എന്ന് പറയുന്ന ആൾ എന്നെ പഠിപ്പിച്ചിട്ടൊന്നുമില്ല. പക്ഷേ നല്ല ഒരുപാട് ഓർമ്മകൾ ഉള്ളവരാണ്. മാവേലിക്കര പ്രഭാകര സാർ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് എന്നെ പഠിപ്പിച്ച ആളുകളല്ല. പക്ഷേ ഇപ്പോൾ പുതുക്കോട് കൃഷ്ണമൂർത്തി സാറിനെ ഞാൻ പിന്നെയും ഒരുപാട് ശ്രദ്ധിച്ചിരുന്ന ഒരാളായിരുന്നു. അദ്ദേഹത്തിൻ്റെ മലയാള ഭാഷയോടുള്ള, അദ്ദേഹം ഒരു തമിഴ് ബ്രാഹ്മണനാണ്, പക്ഷേ മലയാള ഭാഷയോടുള്ള അദ്ദേഹത്തിൻ്റെ ഒരു സ്നേഹവും ആദരവും ഒക്കെ ഞാൻ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. കാരണം അദ്ദേഹം പാടുന്ന രീതി വലിയ ആകാരമാണ്, പക്ഷേ അതുപോലെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ശബ്ദവും ഒക്കെ. അപ്പോൾ അദ്ദേഹം ചില കവിതകളൊക്കെ മലയാളത്തിലെ വള്ളത്തോളിൻ്റെ കവിതകളൊക്കെ ചൊല്ലി വെച്ചിട്ടുണ്ട്. അതൊക്കെ എന്തോ ഒരു ഭംഗിയാണെന്നറിയാം. ഇവിടെ മലയാളത്തിലെ വലിയ പ്രമുഖന്മാരായ പാട്ടുകാർ പാടിയതിനെയൊക്കെ പിന്നിലാക്കി കളിയും അദ്ദേഹത്തിൻ്റെ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ഒറ്റ വരിയാൻ മാത്രം ഞാൻ പാടാം. അപ്പോൾ വള്ളത്തോളിൻ്റെ വാസ്തവം തന്നെയോ എന്നൊരു കവിത അദ്ദേഹം പാടി വെച്ചത് ഇങ്ങനെയാണ്: നേർത്തന്നെയോ കറുകറുത്തലിപിവ്രജത്തിലീ നാട്ടുപത്രിക നിരത്തിയ നീചവൃത്തം. ടോൾസ്റ്റോയ് ഗൃഹത്തെയുമെരിച്ചു പുകച്ചുവെന്നോ റഷ്യാരിപ്പുക്കളുടെ ദുശ്ചരിതാഗ്നിഗോളം. അപ്പം നേർതന്നെയോ എന്ന് ചോദിക്കും, ഇത് വാസ്തവം തന്നെയാണോ? ഈ കേൾക്കുന്ന വാർത്ത ശരി തന്നെയാണോ? ടോൾസ്റ്റോയിയുടെ ജന്മഗൃഹത്തിൻ്റെ മേലെ ഈ ഹിറ്റ്ലർ ബോംബിട്ടിരിക്കുന്നു. ലോക സാഹിത്യത്തിൻ്റെ ഗുരുനാഥനായിട്ടുള്ള ടോൾസ്റ്റോയിയുടെ ഇത് സത്യം തന്നെയാണോ? ഇത് വിശ്വസിക്കാൻ പറ്റുമോ? അല്ലെങ്കിൽ ഇത് സംശയിക്കേണ്ട കാര്യമാണ്, ഇതൊരു ആശ്ചര്യമാണ് എന്നുള്ളത് അദ്ദേഹം പാടുമ്പോൾ നേർത്തന്നെയോ എന്ന് പറയുമ്പോൾ തന്നെ അത് വരും. അങ്ങനെ കവിത ചൊല്ലുന്നത് തന്നെ ഒരു അട്രാക്ഷൻ എനിക്കുണ്ടാവുന്നത് അങ്ങനെയാണ്. ഞാൻ കവിത അതിലേക്ക് ഞാൻ പിന്നെ വരാം. അപ്പോൾ അവിടെ വെച്ചിട്ടാണ് ഈ ഗുരുനാഥന്മാരൊക്കെ, അവണീശ്വര രാമേന്ദ്ര സാറ്, VI സുഗു സാറ്, ഇങ്ങനെയൊക്കെ കുറേ അധ്യാപകന്മാരെ ഞങ്ങൾക്ക് ഗുരുനാഥന്മാരെന്നാണ് സംഗീതത്തിൽ പറയുമ്പം പറയുക. അവരൊക്കെ ഉണ്ടാക്കിത്തന്ന ഒരു ലക്ഷണബദ്ധമായ ഒരു സംഗീതവും എനിക്ക് അത്യാവശ്യമുണ്ടായി. അപ്പോൾ അത് പിന്നീടുള്ള ജീവിതത്തിന് വലിയ ഗുണം ചെയ്യുകയും ചെയ്തു, സംഗീത ജീവിതത്തിന്. പിന്നീട് ഞാൻ അവിടെ നിന്നാണ് പിന്നെ മദ്രാസിലേക്ക് പോകുന്നത്. അതിനിടയ്ക്ക് ഞാൻ സിനിമയിലൊക്കെ പാട്ടൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അന്ന് തേൻതുള്ളി പോലത്തെ സിനിമയിലൊക്കെ പാടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ സിനിമയിൽ പാടുക എന്നുള്ളത് തന്നെ മദ്രാസിൽ പോകണം അക്കാലത്ത്. ഇവിടെയൊന്നും റെക്കോർഡിംഗ് സ്റ്റുഡിയോകളോ അങ്ങനത്തെ ഒന്നുമില്ല. മദ്രാസിൽ പോയി താമസിച്ചു. അതിപ്പോൾ യേശുദാസായാലും ജയചന്ദ്രനായാലും ഒക്കെ അവിടെ തന്നെ മ്യൂസിക് ഡയറക്ടർമാരായിട്ടുള്ള രാഘവ മാഷായാലും ദേവരാജൻ മാഷായാലും ബാബു കെ ആയാലും അർജുനൻ മാഷായാലും ഒക്കെ അവിടെ മദ്രാസിലാണ് താമസിക്കുന്നതൊക്കെ. ആ കാലത്ത് മദ്രാസിൽ പോയി നിൽക്കുക എന്നൊരു കാരണമായിട്ട് കൂടിയാണ് ഞാൻ അന്ന് സംഗീത കോളേജിൽ പഠനം ഉപയോഗിക്കുന്നത്. പക്ഷേ എനിക്കത് വരെ ഗുണമൊന്നും ചെയ്തില്ല. പക്ഷെ ഒരു വലിയ ഗുണം ചെയ്തു. അവിടെ വെച്ച് ഞാൻ പാലക്കാട് KV നാരായണസ്വാമി എന്ന് പറയുന്ന ഒരു മഹാപണ്ഡിതനുമായിട്ട് എനിക്ക് ബന്ധപ്പെടാൻ കഴിഞ്ഞു. അദ്ദേഹം അന്ന് സംഗീത കോളേജിലെ പ്രൊഫസറാണ്. അദ്ദേഹം എന്നെ ഓർക്കുന്ന, പിന്നെ അദ്ദേഹം ഇപ്പം ഇല്ല, പത്മവിഭൂഷണെല്ലാം കിട്ടിയിട്ടുള്ള ആളാണ്. എന്നെ അദ്ദേഹം പിന്നീട് ഓർത്തിട്ടൊന്നുമില്ല അങ്ങനെ, കാരണം അങ്ങനെ ഒരു രീതിയിലൊന്നും അല്ലായിരുന്നു. പക്ഷെ അദ്ദേഹം പാടുന്ന രീതി എനിക്ക് തോന്നുന്നു പിന്നീട് എൻ്റെ ലൈറ്റ് മ്യൂസിക് പഠനത്തിൽ പോലും അത് ആലാപന രീതിക്ക് പോലും അത് വലിയ ഗുണകരമായി തീർന്നിട്ടുണ്ട്. എങ്ങനെ ഭാവപരമായ അംശത്തെ കൊണ്ടുവരണം, അത് പല അതായത് ക്ലാസിക്കൽ മ്യൂസീഷ്യൻസും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. വളരെ സാങ്കേതികമായിട്ട് മാത്രം പാടി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷേ അദ്ദേഹം പാടുന്നത് എനിക്ക് ഒരു അമൃത് കിട്ടുന്നത് പോലെയാണ്. ഞങ്ങളെ ക്ലാസ്സിലിരുന്നിട്ട് പാടി ഓരോ കാവാവ എന്നുള്ളത്, പിന്നെ അതുപോലെ മനസ്സ് സ്വാധീന എന്നുള്ളത്, ഇങ്ങനെ കൃതികളൊക്കെ പഠിപ്പിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കണ്ണു അടച്ചിരുന്ന് ഇങ്ങനെ ഒരു പ്രാർത്ഥന പോലെയാണ് അദ്ദേഹം പഠിപ്പിക്കുന്നത്. അതെൻ്റെ ജീവിതത്തിലൊരു വലിയൊരു നേട്ടമായിട്ട് ഞാൻ ഇപ്പോഴും വളരെ അഭിമാനപൂർവ്വം അല്ലെങ്കിൽ വളരെ നന്ദിയോടുകൂടി ഞാൻ ഓർക്കുന്നൊരു കാര്യമാണ്. പക്ഷേ എനിക്കത് ആ ജീവിതം എനിക്ക് അവിടെ തുടരാൻ പറ്റിയില്ല.
വേറെ ചില റീസൺസ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ മടങ്ങിപ്പോന്നു അവിടുന്ന്. മദ്രാസിന് മടങ്ങിപ്പോന്നു. വിദ്വാൻ പൂർത്തിയാക്കാതെ, വിദ്വാൻ എന്നാണ് ആ കോഴ്സിൻ്റെ പേര്, മടങ്ങിപ്പോന്നു. പക്ഷെ അത് ഓരോരോ വഴിത്തിരിവുകളാണ്, ജീവിതത്തിലെ ഓരോ വഴിത്തിരിവുകളാണ്. കാരണം അത് എന്നാൽ കംപ്ലീറ്റ് ചെയ്തിരുന്നെങ്കിൽ എനിക്ക് സംഗീത കോളേജിൽ പ്രൊഫസറായിട്ടൊക്കെ വരാൻ പറ്റുമായിരുന്നു. പക്ഷെ അവിടെ വെച്ച് ഞാൻ അങ്ങോട്ട് വഴിമാറിപ്പോയി.